ടോമും ഇവിടെ ഇരുന്നെങ്കിൽ കറക്റ്റ് തീർന്നേനെ. അതും നശിപ്പിച്ചു. ഇയാളെന്തിവിടെ? ടോമിനെ പറഞ്ഞു വിട്ടു സോ. എന്തിന്? ടോമിനെ മൂത്രമൊഴിക്കാൻ പറഞ്ഞിട്ട് സാർ. അല്ല സാർ. ആണ് സാർ. സാർ ഞാനും ടോമും കൂടി മര്യാദ കിട്ടുന്ന വർക്ക് ചെയ്യായിരുന്നു. അപ്പോഴാണ് ആ ജെസ്സിയും ഇവളും കയറി വന്നിട്ട് ഇവളെന്തോ തീർത്തോളം പറഞ്ഞ ഇവിടെ കയറിയിരുന്നു. ജിൻസി എന്താ സാർ? ഒന്നിനും കൈ വെച്ചില്ലല്ലേ? ഇല്ല സാർ. വെക്കണോ? വേണ്ട, അങ്ങനെ എടുത്താൽ മതി. സാർ ആ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് മെയിൽ ചെയ്താൽ മതിയോ? ടോമിന് മെയിൽ ചെയ്തേക്ക്. ഒരു കോപ്പി എനിക്ക് കൂടെ അറ്റാച്ച് ചെയ്തേക്ക് കേട്ടോ. ഓക്കെ ശരി സാർ. സാർ എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. കുറച്ച് പേഴ്സണലാ സാർ. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും. നമുക്ക് പോയേക്കെന്നാ. ഇല്ല വേണ്ട, ഞങ്ങള് പോയേക്കാം. ക്യാബിലോട്ടിരിക്കാം. അതെ, അങ്ങോട്ട് പോണേ. ഒന്നും ചെയ്യരുത് ഇവിടെ. ഓക്കെ. ആർക്കിട്ടോ ഒരു പാരമണിയുള്ള പോക്കാ പോണേ. എന്നാ പിന്നെ പേടിക്കണ്ട, നിനക്കിട്ട് തന്നെ ആയിരിക്കും. സാറേ ഞാനും ടോമും കൂടി അവിടെ മര്യാദയ്ക്ക് ഇരുന്ന് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ജെസ്സി മനഃപൂർവ്വം ഞങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ട് വന്നത്. ജെസ്സി അങ്ങനെ മനഃപൂർവ്വം ചെയ്യത്തില്ല ക്രിസ്റ്റീന. സാർ അവളത് ചെയ്യും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ പിന്നെ അവൾക്ക് എന്താ ഞാനും ടോമും കൂടി സംസാരിച്ചാല്, അല്ലെങ്കിൽ ഞാനും ടോമും കൂടി സംസാരിക്കുമ്പോ അവൾക്ക് അസൂയോ? ജെസ്സി എന്തിനാ അസൂയപ്പെടുന്നത്? ഞാനിവിടെ ഇരിക്കില്ലേ സാറേ? പിന്നെ സാറ് തന്നെ പറ, അവൾ അപ്പൊ എന്തിനാ അങ്ങോട്ട് വന്നിട്ട് ടോമിനെ മനഃപൂർവ്വം എൻ്റെ അടുത്ത് വലിച്ചോണ്ട് കൊണ്ടുപോയത്? ഞാനും ടോമും കൂടി വളരെ റൊമാൻറ്റിക് ആയി സംസാരിക്കായിരുന്നു. അതിനിടയിൽ അവള് വന്നിട്ട് ടോമിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര വിഷമം ഉണ്ടാവും. ഒന്നില്ലെങ്കിൽ സാറിന് ഒരു പ്രേമിക്കുന്ന ഒരു മനസ്സുള്ളതല്ലേ, മനസ്സിലാക്കി കൂടെ? അല്ല, അത് ആ ഫീലിംഗ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. സാറേ സത്യം പറയട്ടെ, നിങ്ങൾ രണ്ടുപേരും കല്യാണം ഫിക്സ് ചെയ്യുന്ന കേട്ടപ്പോൾ ഞാൻ ശരിക്കും സന്തോഷിച്ചതാ. പക്ഷെ തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരുത്. അവള് ഞങ്ങളെ മനഃപൂർവ്വം എവിടെ ചെന്നാലും ഡിസ്റ്റർബ് ചെയ്യാം. എനിക്ക് അവളില്ലാണ്ട് ടോമിനെ ഒറ്റയ്ക്ക് കിട്ടണം. അല്ല, ക്രിസ്റ്റീനെ പറയുന്നത് ജെസ്സി അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു ക്യാരക്ടറൊന്നും അല്ല. ഓഫീസിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന കാര്യങ്ങളിൽ ജെസ്സി ഇടപെടാറുണ്ട്. ഇപ്പൊ തന്നെ ഞാനും ജെസ്സിയും തമ്മിൽ ഇഷ്ടത്തിലില്ല. ഞങ്ങൾ ഇവിടെ ഇരുന്നോണ്ട് ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്നതോ ഒരുമിച്ച് ഇന്റിമേറ്റ് ആവുന്നോ എന്തെങ്കിലും നിങ്ങൾ കാണാറുണ്ടോ? ഓരോ പ്രണയം ഓരോരോ രീതിക്കായിരിക്കും. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ജെസ്സി. ഓക്കെ. സാറ് പ്രേമിക്കാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായില്ലേ? ഞാൻ ഇപ്പോഴല്ലേ സാർ തുടങ്ങിയത്? തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാ. അല്ല സാറോട് ഞാൻ ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ. സാർക്ക് ജെസ്സിയുടെ കൂടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ഒന്ന് അടുത്ത് ഇടപഴകണമെന്നും ഒന്ന് പ്രേമിക്കണമെന്നും ഒരു ആഗ്രഹമില്ലേ? ഇപ്പൊ ഇല്ലാന്ന് പറഞ്ഞാൽ കള്ളമായി പോവില്ലേ? അതാ ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് പ്രേമിക്കാനും ലവ് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ ആഗ്രഹമുണ്ട്. അപ്പോ എന്റെ കാര്യം സാർക്കും സാറിന്റെ കാര്യം എനിക്കും അറിയുന്നുണ്ട്. നമുക്കൊരു ഡീൽ വെക്കാം. അണ്ണൻ പറഞ്ഞ പോലെ ഇനി അവര് തമ്മിൽ എന്തെങ്കിലും ഡീൽ ഉണ്ടാ? എന്താ ഡീല്? പല സാഹചര്യത്തിലും ജെസ്സിനെ സാർ ഒഴിവാക്കി തന്നു കഴിഞ്ഞാൽ എനിക്ക് ടോമിനെ ഫ്രീ ആയിട്ട് കിട്ടും. അതേപോലെ തന്നെ സാർക്ക് ജെസ്സിയോടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റും. അതിനുള്ള സിറ്റുവേഷൻ ഞാൻ ഉണ്ടാക്കി തരാം. അണ്ണാ ഇതാണ് ഡീലെങ്കിൽ പണി കിട്ടാൻ പോണ അണ്ണനും ജോസിക്കുമാണ്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇതിനൊക്കെ അമല കൂട്ടി നിൽക്കൂടെ? അങ്ങേർക്ക് എന്തോ നഷ്ടം? ഇത് അങ്ങേർക്ക് യൂസ് ഉള്ള കാര്യമല്ലേ? അങ്ങേര് ഓക്കെ പറയും. അതായത് നമ്മൾ പരസ്പരം സഹായിച്ചുകൊണ്ടുള്ള ഒരു ഡീൽ. അതെ സാർ. ഇതുങ്ങൾ രണ്ടും കൂടെ നമുക്ക് പണി വെച്ച് നമ്മൾ എന്ത് ചെയ്യൂടെ? അതണ്ണം ധൈര്യമായിട്ടിരി, പണി വയ്ക്കാണ്. ഇനി അഥവാ ഒരു പണി വെച്ചെന്ന് വെച്ചോ, നമ്മൾ തിരിച്ച് 9 പണി വെക്കും. അണ്ണ പേടിക്കുന്നത് വേണ്ട. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഡീൽ. അതെ സാർ. ഓക്കെ ആണെങ്കിൽ നമുക്ക് ഡീൽ ഉറപ്പിക്കാം. എല്ലാം ശരിയാവൂ. അണ്ണാ പണി വന്നാലും താഴെ കൂടെയല്ലേ വരുള്ളൂ. നമുക്ക് ഡീൽ ചെയ്യാം.